സാധനം വെച്ച കുഴപ്പമില്ല. ലച്ചുവേ, ഇതെന്തോന്ന് ചാത്തനാടിയ കളവോ? ആ, ചാത്തനാടിയ കള പോലെ തന്നെയാണ്. എല്ലാരും കൂടെ കൈകാര്യം ചെയ്ത് അടുക്കള ഒരു വഴിയായി. എന്തോന്ന് കൈകാര്യം ചെയ്ത്? ഞാനും കനവും കൂടെ അടുക്കള കയറുന്നുണ്ട്. അടുക്കള എത്ര വൃത്തിയായിട്ട് കിടക്കുന്നു. പിന്നെ ഭയങ്കര വൃത്തിക്കാ കിടക്കണത്. ആ കുഴിപ്പള്ളത്തെ അടുക്കളയൊക്കെ ഒന്ന് കാണണം. എന്താ രസം എന്നറിയൂ. കുഴിപ്പള്ളത്തോട്ട് ഒന്ന് നോക്കണം, അപ്പൊ അറിയാം അവിടുത്തെ അവസ്ഥ എന്തുവാന്ന്. ആ, പോയി നോക്കിട്ട് വാ. നീ എന്തോ തപ്പുന്നേ? ഇവിടെ കുറച്ച് കുരുമുളക് കൂടി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതെന്തേ? അതിനി കാണുമെന്ന് വിചാരിക്കേ വേണ്ട. അതാ കനകം എടുത്ത് എവിടെയെങ്കിലും പൂഴ്ത്തി വെച്ച് കാണും. അമ്മ, ഞാൻ ഒരു കാര്യം പറയട്ടെ. അമ്മയും കനകേച്ചിയും കൂടെയാണ് ഈ അടുക്കള അലങ്കോലമാക്കിയത് അല്ലേ? ആണ്. ഓഹോ, ബാബനും ശങ്കരാന്തിക്കും ശാർക്കരയും ഇങ്ങോട്ടൊന്ന് എഴുന്നള്ളിട്ട് വന്ന നീ എന്നെ സാർ വിടാൻ പോന്നോ? അമ്മ, ഞാൻ വെറുതെ പറഞ്ഞത്. വെറുതെ അങ്ങനെ പറയണ്ട. ഇറങ്ങി അടുക്കളന്ന്. അമ്മ, ഞാൻ ഉപമ പറഞ്ഞില്ലേ? ഇറങ്ങി അടുക്കളന്ന്. അടുക്കളയുടെ പരിസരത്ത് കണ്ടുപോരുത്. ഇറങ്ങ്. ഞാൻ പോണു. പോ. ലച്ചു കിച്ചുന്നൊന്നും വിളിക്കണ്ട, ഇറങ്ങിപ്പോയെ. ശരി, ഞാൻ പോയേക്കാം. എന്താ പ്രശ്നം? എടാ, രണ്ടുപേരും കൂടെ അടുക്കള കയറത്തില്ല. വല്ലൊരു കാലം ഇങ്ങോട്ട് കേറിട്ടെ എന്നെ ഭരിക്കാൻ വരുന്നു. അല്ലേ പിന്നെ അടുക്കള കയറി എന്തെങ്കിലും 10 വയസ്സ് പണിയെടുക്കണം. ചുമ്മാ പണിയെടുക്കത്തില്ല, കുറ്റം പറയാൻ വേണ്ടി മാത്രം കയറുന്ന കുറെ എണ്ണങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മൂവ. ഇതൊന്നും നന്നാവില്ല. ഓ, ഇതാരായി പറയുന്നേ? മക്കൾ അടുക്കള കയറി ഒരു ഗ്ലാസ് എങ്കിലും കഴുകുവോ? ആരെങ്കിലും എന്തെങ്കിലും പറയുവാണെങ്കിൽ അതിന് സപ്പോർട്ട് പിടിക്കാൻ നിങ്ങൾ നടന്നോണം. അയ്യേ, ഞാൻ സപ്പോർട്ട് പിടിച്ച അമ്മൂമ്മയ്ക്കാണ്. ഇനിയിപ്പോ ശരി, ഞാൻ ചമ്മി അങ്ങനെ ഇരിക്കട്ടെ. പാറേ, അമ്മൂമ്മയല്ലേ, അമ്മൂമ്മീനെ വായത്തോണാക്കി വിളിച്ചു പറയും. നമ്മള് കാര്യമായിട്ടെടുക്കരുന്നാ മതി. എന്തോന്നാ പറഞ്ഞേ? കാര്യമായിട്ട് എടുക്കരുന്നാ മതി. ആര് കാര്യമായിട്ട് എടുക്കണ്ടെന്ന്? നീ എന്തോന്ന് ചിരിക്കുന്നേ? ഞാൻ വെറും പ്രേക്ഷകയ്ക്കും വേണം ഒരെണ്ണം. വേണ്ട മുമ്മ. അമ്മൂമ്മ ചീട് വലിപ്പ്. എന്തോ വല്ലതും പറഞ്ഞായിരുന്നോ? ഒന്നും പറഞ്ഞില്ല മുമ്മ. അമ്മൂമ്മയുടെ മുമ്പില് ഞാൻ ചിരിയിടാന്ന് പറഞ്ഞു. ഞാൻ പോണേ. ശരി. എല്ലാരും പോയാ? പിന്നെ ഞാൻ എന്തിനാ അമ്മൂമ്മയുടെ വാലികൾ കേൾക്കാൻ നിൽക്കുന്നത്? ഞാനും പോണു. എന്താ? ഇവിടെ വാ. ഈ പറക്കി വെച്ചേക്കുന്ന സാധനം മൊത്തം പറക്കി അവിടെ കയറ്റി വെച്ചിട്ട് പോയാ മതി. ഞാനാ? പിന്നെ അല്ലാതെ ആര് പറക്കി വെക്കണം? അടിക്കണം എന്തിനാ? അടിക്കും, ഇനി അടിക്കും. മര്യാദയ്ക്ക് പറക്കി വെക്ക്. പോ. ഇല്ല, ചെയ്യത്തില്ല. പറക്കി വെക്ക്. ഒരെണ്ണം ഇല്ലാതെ സർവ്വതും പറക്കി വെച്ചിട്ടേ പോകാവൂ. കഷ്ടമുള്ളത്. എന്തോന്ന് വെച്ചേ? വെറുതെ ഒന്ന് മേത്തടിക്കണ? നീ എന്താ വിചാരിച്ചേ ഞാൻ നിന്റെ കളിപ്പിള്ളയാണെന്നാ? കൊച്ചുകുട്ടിയല്ലേ, കൊച്ചുകുട്ടിയായിട്ട് തന്നെ നിന്നാ മതി. നിങ്ങൾ ഇച്ചിരി കൂടിയിട്ടുണ്ട് അഹങ്കാരം. ചേച്ചി, ഞാനൊരു കാര്യം പലതവണ പറഞ്ഞിട്ടുണ്ട്, മൂത്തൊരു ഇടയ്ക്ക് സംസാരിക്കരുതെന്ന്. ഞാനൊരു കാര്യം പറയാൻ. നീ ഒന്നും പറയണ്ട. നീ ഇനി വാ തുറക്കുന്നത് ഭക്ഷണത്തിന്റെ കാര്യം പറയാനും പഠിക്കുന്ന കാര്യം പറയാനും മാത്രമായിരിക്കണം. വേറെ ഒന്നും ആൾക്കൂടെ കൂടെ കേൾക്കണ്ട. എന്നാ പിന്നെ ഞാൻ അത് പറയുന്നില്ല. എവിടെ പോണു? അങ്ങോട്ട് പോന്നു. ഞാനിവിടെ ഒരു കാര്യം സംസാരിച്ചോണ്ടിരിക്കല്ലേ, അത് മൊത്തം കേട്ടിട്ട് പോയാ മതി. ഇതിപ്പോ അങ്ങാടി തോറ്റേന് പഴഞ്ചൊല്ല് പറയുന്ന നീ ആരാണ്? 90 വയസ്സുള്ള അമ്മൂമ്മേ? കൊച്ചിനടുത്ത് ചുമ്മാ ഇങ്ങനെ ചൂടാവണേ. നിന്റെ അടുത്ത് ഞാൻ എന്തെങ്കിലും പറയാൻ വന്ന? ഞാൻ ചോദിച്ചു എന്തിനാണ് ചൂടാവണെന്നല്ലേ ചോദിച്ചുള്ളൂ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിക്കണ്ട കേട്ടല്ലോ. എടാ, ഇത് എന്നോടുള്ള ദേഷ്യം തീർക്കുക. ഞാൻ അടുക്കള വന്നിട്ടേ ജോലിയെല്ലാം ചെയ്തിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അതിന്റെ ദേഷ്യ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ എന്റെ മുഖത്ത് നോക്കി പറയാ, അല്ലാതെ പിള്ളേരുടെ തലയിലോട്ട് കയറി അല്ല ചെയ്യേണ്ടത്. അമ്മൂമ്മ അടുത്തൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ, ഞങ്ങളാവുമ്പോ എളുപ്പമല്ലേ. എന്താണെന്നും എനിക്ക് പ്രശ്നം അമ്മൂമ്മ എടുത്ത് പറഞ്ഞ എനിക്ക് പറയാനുള്ളത് ആരുടെ മുഖത്ത് നോക്കിയിട്ടാണെങ്കിലും ഞാനത് പറഞ്ഞിരിക്കും. വെച്ച് പറയുന്നതാണ് ശരി. ഇവിടെ എന്താണ് പ്രശ്നം? ഒരാവശ്യമില്ലാതെ വന്ന് തലേ കയറും, അതാണ് ഇവിടുത്തെ പ്രശ്നം. വന്ന് ഇപ്പൊ അടുക്കള കയറി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അതെന്ത് നിനക്ക് അടുക്കള കയറി ഒന്നും ചെയ്യാൻ പറ്റാത്തത്? നിന്റെയും കൂടെ അടുക്കള തന്നെയാണല്ലോ. നിനക്ക് അവിടെ കയറി എന്ത് വേണമെങ്കിലും ഇഷ്ടമുള്ളത് ചെയ്യാം. അങ്ങനെ ഇഷ്ടമുള്ള ചെയ്യാൻ പറ്റത്തില്ല. ഞങ്ങൾക്കൂടെ അവകാശമുള്ള അടുക്കളയാണ്. എന്തോന്ന്?
എന്തോന്ന് മൊട്ടേന്ന് വിരിഞ്ഞാ നീ 18 വയസ്സായതിനു ശേഷം ഈ അവകാശത്തിന്റെ കാര്യം പറഞ്ഞാ മതി. അതുവരെ ഞാൻ പറയണം അങ്ങോട്ട് കേള് കേട്ടോ. എനിക്ക് 18 വയസ്സ് കഴിഞ്ഞു എന്നാണ് എന്റെ വിശ്വാസം. എന്നാ പിന്നെ ഞാൻ പറയട്ടെ. ഡേ നിനക്ക് ഒന്നും പറ, ഇവിടെ വോയിസ് ഇല്ല. എടാ നിനക്ക് വണ്ടി ഇവിടെ നിന്ന് അനക്കണമെങ്കിൽ ഞങ്ങളെ മുന്നിൽ കൈ നീട്ടണേടാ. ഹലോ ഹലോ, അവൻ ശാർക്കരയായിട്ട് വന്നോ കൈ നീട്ടാന്? ഞാൻ ജീവിച്ചിരിക്കുമ്പോഴേ അവൻ ആരുടെ മുമ്പിൽ കൈ നീട്ടത്തില്ല, മനസ്സിലായോ? അമ്മയ്ക്ക് ഇത് എന്തോന്നമ്മ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് വലിയ പ്രശ്നം ഉണ്ടാക്കും. ഇടയ്ക്കിടയ്ക്ക് ശാർക്കരയിലോട്ടൊരു പോക്ക് പോകും, എന്നിട്ട് അവിടുന്ന് ചാടിത്തുള്ളി ഇങ്ങോട്ട് വരും അമ്മായിയമ്മയുടെ തലയിലോട്ട് കയറാൻ. ഞാൻ അമ്മയുടെ എപ്പോഴാണ് അടി ഉണ്ടാക്കാൻ അങ്ങോട്ട് വന്നിട്ടുള്ളത്? അയ്യോ, വഴക്കുണ്ടാക്കാൻ വരാത്ത ഒരു പൊന്നു മോള്. ഞാൻ വഴക്കുണ്ടാക്കാൻ വരാറില്ല. അമ്മായി അമ്മൂമ്മ എന്തെങ്കിലും പറഞ്ഞിട്ട് പോട്ട് വാങ്ങിച്ചിട്ടുണ്ടായി. അങ്ങനെ ഉണ്ടായിരിക്കാൻ പറ്റൂല. മരുന്നിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് വെറ്റില മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അടുക്കള കയറാൻ പറ്റാത്തതുകൊണ്ട് അതിന്റെ കാര്യത്തിൽ തീരുമാനമായി. നിനക്ക് എന്താ അടുക്കള കയറാൻ പറ്റാത്തത്? നീ ആരും പേടിക്കണം, ആര് ചോദിക്കണമെന്നൊന്ന് നോക്കണമല്ല. നീ വാ, നീ വാ. ഈ അമ്മൂമ്മയ്ക്ക് ഇപ്പൊ സ്ഥിരമാണ് വെറുതെ ഒരു കാര്യമില്ലാതെ വെറുതെ മനുഷ്യരെ കുറ്റം പറഞ്ഞോണ്ടിരിക്കും. നീ എന്താണ് ഇപ്പോഴത്തെ പ്രശ്നം? എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ കുറച്ച് വെറ്റില മേടിച്ച് ആ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആക്കണ്ടാ? ആക്കെന്തിനാ? അല്ല, വെറ്റില മുറി കഴിഞ്ഞാലേ തൊണ്ട ശുദ്ധിയാവുമെന്നാണ് അച്ഛൻ പറയണ. അയ്യേ, ഞാൻ മുറുക്കാൻ പോണിപ്പോ. വയസ്സായില്ലേ, വീട്ടിലേക്ക് മുറുക്കുന്നത് നല്ലതാ. ഇവിടെ ഞാൻ എന്റെ കൊച്ചിനെ വല്ലതും ചെയ്താണല്ലോ, നീ വിവരം അറിയേ? എന്തിനാണ് നീ ഇപ്പൊ വെറ്റില വാങ്ങിച്ചത്? താമ്പൂല പ്രശ്നം വെച്ച് സ്വന്തം ഗതി എങ്ങനെ ആവുമെന്ന് നോക്കാൻ വേണ്ടിയായിരിക്കും. കൊച്ചൊന്നും മേടിക്കും എന്റെ കയ്യിൽ നിന്ന്, നോക്കിക്കോ. കുറെ നേരെ തുടങ്ങിയിട്ട് എന്റെ അമ്മായി വേറെ ഒന്നുമില്ല. 2-3 ദിവസമായിട്ടേ ഈ തൊണ്ടയ്ക്ക് ഭയങ്കര കരുവിരിപ്പും ഒരു തൊണ്ടയടവൊക്കെ, അതാണ്. തൊണ്ട അടഞ്ഞിരിക്കുന്ന? എവിടെ അടഞ്ഞിരിക്കുന്ന? ഓ, ഡോർ അടഞ്ഞിരിക്കുകയാണല്ലേ. നിനക്കിപ്പോ എന്താണ് വേണ്ടത്? എന്റെ അമ്മായി എനിക്ക് അതുകൊണ്ട് ഒരു മരുന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാ. വെറ്റിലയുടെ ചാറെടുത്ത് അതിലിച്ചിരി ഇഞ്ചിയും കുരുമുളകും വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചാലുണ്ടല്ലോ തൊണ്ടയ്ക്ക് നല്ലതെന്ന് ഞാൻ കേട്ടു. അതാ. ആര് പറഞ്ഞു ഇതൊക്കെ? ശങ്കരവൈദ്യം പറഞ്ഞതാ. എടേ, മുറിവൈദ്യം ആളെ കൊല്ലുന്നാണ്. ആവശ്യമില്ലാത്ത പണിക്കൊന്നും പോവാതെ അറിയാന്നുള്ള കാര്യം ചെയ്താ പോരെ. എടേ, ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞാണെന്റെ ലച്ചു. കൂടെ നിൽക്കുന്നവരുടെ കാര്യമായിരുന്ന ടീംസായി പറയും. എന്താണ് പ്രശ്നം? അതെ, നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം? പോയെ അതുള്ളല്ലോ ചേച്ചി, ഞാൻ എന്റെ വായമിച്ചിനും ഉണ്ടായിരിക്കാണ്. അത് എന്നെ ചൊറിയില്ലേ? അതെ, എനിക്കിവിടെ ജോലിയുണ്ട്. ഇത് വൈദ്യശാലയല്ല മരുന്നിടിക്കാനും പൊടിക്കാനും ഒക്കെ. അമ്മായി, നമ്മുടെ മറ്റേ ഇടിക്കുന്ന സാധനമില്ലേ ചാറ കിടക്കുന്ന ആ പാത്രം എടുക്കും. മൂമ്മ, നമ്മുടെ മറ്റേ കട്ടൻ ചായ വെക്കുന്ന പാത്രമില്ലേ? കട്ടൻ ചായ വെക്കുന്ന പാത്രമില്ലേ? അതിനകത്ത് കുറച്ച് വെള്ളം വെച്ചിട്ട് തിളപ്പിച്ചിട്ട് തേയിലപ്പൊടി ഇട്ടിട്ട് ഒരു കട്ടൻ ചായ എനിക്ക് അത് ഞാൻ കഴുകി തരാം. നീങ്ങുന്നുണ്ടോ? കഴുകുന്ന കണ്ടില്ലേ? എന്താ നിനക്ക്? ഇവിടെ കട്ടൻ ചായ വെക്കുമ്പോ ചുമ്മാ അലമ്പാണെങ്കിലല്ലേ ചേച്ചി? ഞാനല്ല ആദ്യം തുടങ്ങിയത്. നിനക്കിപ്പോ എന്ത് വേണം? ഇതെടുത്ത് വിഴുകി. വേറെന്തോ കൊച്ചിന് ഞാൻ ഒരു കട്ടൻ ചായ ഇട്ട് കൊടുക്കട്ടെ. അമ്മക്ക് ഇതിന്റെ ഇടയിൽ തന്നെ ഇപ്പൊ ചെയ്യണോ അമ്മ? നിനക്കിപ്പൊ തന്നെ ചെയ്യണോ? ഞങ്ങളല്ലേ ആദ്യം പറഞ്ഞത്. എന്തോന്നത് മാറും. എല്ലാരോടും ഒരു സ്ഥലത്ത് കൂടി നിന്നിട്ട് ഞങ്ങൾ ചോദിച്ചത് നേരത്തെ. ചേട്ടാ കഷ്ടമാണല്ലോ. നിനക്ക് എത്ര വേണം? 3 മതി. അപ്പൊ മറ്റു സാധനം ഒന്നും വേണ്ടേ? ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും? എടാ നീ ഇഞ്ചി എട്. ഇഞ്ചി എവിടെ ഇരിക്കണേ? അതെ, ഇഞ്ചി എവിടെ ഇരിക്കണ? ഇഞ്ചി എവിടെ ഇരിക്കണ? ഇഞ്ചി തീർന്നുപോയി. അപ്പോഴോ ഞാൻ തപ്പി കണ്ടുപിടിച്ചോളാം. വെളുത്തുള്ളി എവിടെ ഇരിക്കണ? വലിയ ആളല്ലേ, എടുക്ക്. എവിടെ ഇരിക്കുന്നെന്ന് വെച്ചാ നോക്കി എടുക്ക്. ലക്ഷ്യ, ഞാൻ വെളുത്തുള്ളി എടുക്കാമേ. ഞാൻ ഇഞ്ചി തപ്പാം. എന്തൊരു കഷ്ടാണ് ഈ വീട്ടിൽ ഇഞ്ചി എന്ന് പറഞ്ഞ സാധനം ഇല്ലേ? നീ വെളുത്തുള്ളി നോക്ക്, ഞാൻ ഇഞ്ചി നോക്കാം. വല്ലപ്പോഴും അടുക്കളയിലൊക്കെ ഒന്ന് കയറണം, അന്നേരം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എവിടെ ഇരിക്കുന്നെന്ന് അറിയാൻ പറ്റും. അതെങ്ങനെയാ? ഒരു സാധനം ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ ഇരിക്കില്ലല്ലോ. അയ്യോ, കറക്റ്റ് സ്ഥലത്ത് വെക്കുന്ന ഒരാള്. എന്റെ ദൈവമേ, ഞാൻ തൊഴുത്തോ. ഞങ്ങളായിരുന്നു ഇവിടെ ചെയ്തോണ്ടെങ്കിൽ കറക്റ്റ് സ്ഥലത്ത് വെച്ചാൽ നിങ്ങൾ ഇവിടെ ഭരിക്കണോണ്ടാണ് കറക്റ്റ് സ്ഥലത്ത് നീ വെളുത്തുള്ളി നോക്ക്, ഞാൻ ഇഞ്ചി നോക്കാം. ഇഞ്ചി കിട്ടി. വെളുത്തുള്ളി എവിടെ ഉണ്ടോ? ഇഞ്ചി ആദ്യം ഇഞ്ചി ഏതൊക്കെ അമ്മായി? അപ്പൊ വെളുത്തുള്ളി വേണ്ടേ? ആ വെളുത്തുള്ളി തപ്പ. മാറടാ ചേച്ചി, നിങ്ങൾക്ക് കറക്റ്റ് എത്ര വെറ്റില വേണം? നിനക്ക് എന്തടാ?
നോക്ക് ലച്ചു, അമ്മ ചെയ്യണണ്ട വെറ്റില കീറി എറിയണ്. കീറ വെറ്റിലെറിഞ്ഞതിന് ഇപ്പൊ എന്തിനാണ് എന്റെ പൊന്നമ്മായി പ്രശ്നം? അമ്മൂമ്മ ഓ കഴിക്കാൻ ഫുഡ് വല്ലതും ഉണ്ടാക്കണ്ടേ നമുക്ക്? പിന്നെ ഉണ്ടാക്കണ്ടായോ? അപ്പൊ ഞാൻ വേണമെങ്കിൽ മീൻ വല്ലതും വേണമെങ്കിൽ കടയിൽ പോയി മേടിച്ചോണ്ടിരാ. വേണ്ടാക്കളെ, മീൻ 2-3 കഷ്ണം ഇരിപ്പുണ്ട്. നമുക്ക് 3 പേർക്കുള്ളതുണ്ട്. ഈ നമുക്ക് 3 പേർക്കെന്ന് പറയുമ്പോ നമുക്ക് 3 പേർക്ക്. ആ ഓക്കെ. പിന്നെ മക്കൾക്ക് എന്താ വേണ്ടുന്നതെന്ന് വെച്ചാ പറഞ്ഞാ മതി, അമ്മൂമ്മ ഉണ്ടാക്കി തരാം കേട്ടോ. നമുക്ക് ഒന്നിരക്കൂടെ കഴിക്കാം. പറഞ്ഞോട്ടാ, നമുക്ക് 3 പേർക്കുള്ള മീൻ. ലച്ചു, നീ വിഷമിക്കണ്ട, നിനക്കുള്ള ഭക്ഷണം ഈ അമ്മായി ഉണ്ടാക്കി തരും. അമ്മുമ്മ, ഞാൻ അവസാനമായിട്ട് ചോദിക്കുക, വെളുത്തുള്ളി എവിടെ ഇരിക്കണേ? വെളുത്തുള്ളി ഞാൻ കനകത്തിനെ വിട്ട് 1 കിലോ വെളുത്തുള്ളി മേടിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. അതെടുത്ത് വേസ്റ്റ് ആക്കി കളയരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. അമ്മായി, ഞാൻ ഇപ്പൊ വരാം. ഞാനും വരാം. ചമ്മി അച്ചാറായി. കട്ടൻ ചായ വേണ്ടല്ലോ. ഞാൻ വേണ്ട. കൊച്ചുമക്കളെ നോക്കാൻ വന്നതാ. എന്തായാലും കണക്കിന് കിട്ടുന്നുണ്ട്. ഒരു കാര്യമില്ലാതാണ് എന്നോട് മെക്കിട്ട് കയറാൻ വരുന്നേ. ഒന്നുമല്ലെങ്കിൽ അവക്കൊന്ന് ചിന്തിച്ചൂടായോ? ഞാനൊരു പ്രായമായ സ്ത്രീയാ, ഒരു പാവമാണ്. അമ്മൂമ്മയോട് അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന് അവക്ക് ഒന്ന് ചിന്തിച്ചൂടായോ? ആരാര് അമ്മൂമ്മ പറയുന്നേ? എന്റെ കാര്യം തന്നെ. അമ്മൂമ്മ ആ ഈ പാവന്ന് പറഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചു വേറെ ആരെങ്കിലും ആയിരിക്കും. വേറെ ആരുടെയും കാര്യമല്ല, എന്റെ കാര്യം തന്നെ. ആളെവിടെ പോയി? ആളെവിടെ പോയി? എനിക്കറിഞ്ഞൂടെ, എന്തോ കാര്യം എന്ന് പറഞ്ഞ ഓന്നുണ്ടായിരുന്നു പുറത്തോട്ട്. എന്തായാലും വരുമ്പോഴേ നിങ്ങൾ ആരും ഒന്നും മിണ്ടാൻ പോണ്ട. എന്തെങ്കിലും പറഞ്ഞാലും മിണ്ടണ്ട. എന്നോട് വല്ലതും പറയുവാണെങ്കിൽ അതിന് മറുപടി ഞാൻ പറഞ്ഞോളാം. അതിന് മിണ്ടാ അമ്മൂമ്മ സമ്മതിക്കത്തില്ലല്ലോ, പിന്നെന്തിനാ പറയുന്നേ? മിണ്ടണ്ട. അമ്മായിയേ, അമ്മായി, അമ്മായിയേ, എന്തിനാ ഇങ്ങനെ കിടന്ന് അലർന്നേ? പിന്നെ വിളിക്കട്ടെ മനുഷ്യരെ. അമ്മായി, അടിച്ച അടിച്ച എന്റെ ലച്ചു അടിച്ച എന്റെ ലച്ചു അടിച്ച നിങ്ങള് എന്തിനാ ഇങ്ങനെയാണെന്ന് വിളിച്ചേ? അമ്മായി വിളി കേൾക്കാത്തോണ്ട്. നീ വിളിച്ച കാര്യം പറ. ഇത് കണ്ട, ഇഞ്ചി, വെളുത്തുള്ളി, എനിക്ക് മരുന്നിന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഞാൻ എന്റെ കാശ് കൊടുത്ത് മേടിച്ചു. നീ എന്തിനിപ്പോ ഇത് വാങ്ങിച്ചോണ്ട് ഇങ്ങോട്ട് വന്ന്? എടാ, ഇതൊക്കെ കിച്ചണിൽ ഇരിക്കല്ലേ? കണ്ട ആൾക്കാർ മേടിച്ച സാധനങ്ങളൊന്നും എനിക്ക് വേണ്ട. ഓ, അങ്ങനെയാണെങ്കിലേ നീ വാങ്ങിച്ചു വെച്ച സാധനങ്ങളും മറ്റുള്ളവർ ഇവിടെ ഉപയോഗിക്കുന്നുണ്ടല്ലോ. ഞാനിവിടെ ചില ആൾക്കാരെ പോലെ എച്ചിക്കണക്ക് പറയാറില്ലല്ലോ അമ്മായി. ലറ്റ് ചെലവാക്കുവാണെങ്കിൽ അത് വാരി ചെലവാക്കും. എടി ചോനളത്തെ ഭവാനി ആരോട് വെച്ച് കണക്ക് പറയാറില്ല കേട്ടോ. നിനക്കറിയാവോ അത്? അതെ, സംസാരിക്കുന്നെങ്കിൽ സംസാരിച്ചാ മതി, മേത്ത് തൊട്ട് കളിക്കണ്ട. കളിച്ചാ നീ എന്ത് ചെയ്യും? ആ വേണ്ട, എനിക്ക് ഇഷ്ടപ്പെടൂല. നീ എന്തോ ചെയ്യും? ആ വേണ്ട, അത് വേണ്ട. അടിക്കേണ്ട ആവശ്യമില്ല. അമ്മായി, സംസാരിച്ച് തോൽപ്പിക്കാൻ അമ്മൂമ്മയ്ക്ക് എന്നെ ആവില്ലെന്ന് അറിയാം. അതുകൊണ്ടാണ് ഈ തള്ളിക്കൊണ്ടിരിക്കുന്നത്. എന്നാ നീ അടിക്കടി. പ്രായം നോക്കണ്ട, നീ അടിക്ക്. അമ്മൂമ്മയൊന്നും നോക്കണ്ട, നീ അടിക്കടി. അടിക്കടി തന്നെ. അമ്മ, ലച്ചുവിനെ അടിച്ചാൽ എനിക്ക് ദേഷ്യം വരുവേ. ദേഷ്യം വന്നാ? ആ, അമ്മ, എനിക്ക് സഹിക്കാൻ പറ്റൂല ലച്ചുവിനെ അടിച്ചാ. ലച്ചുവിനെ അടിച്ചാൽ എനിക്ക് സഹിക്കാൻ പറ്റൂല. സോപ്പ് 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 സോപ്പ്. സോപ്പാ? ആരുടെ സോപ്പ്? എന്ത് സോപ്പ്? ആരെന്റെ അടുത്ത് ഇതൊക്കെ പറയണ? ആരോ പറഞ്ഞു. ഇവള് നമ്മളെ മൂപ്പിക്കാൻ വേണ്ടി ഓരോന്നൊക്കെ പറയുന്നതല്ലേ അമ്മായി. പാറുവേ, ലച്ചുവേ, എന്റെ അമ്മൂമ്മ എന്തോ ശാരീരികമായിട്ട് പീഡിപ്പിക്കാൻ നോക്കാണോ? പാറു, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇവിടെ സംസാരിച്ച് പ്രശ്നം ഉണ്ടാക്കല്ലേ. അമ്മായി, അതിവിടെ ആവശ്യമില്ലാത്ത കാര്യം സംസാരിച്ചിവിടെ പ്രശ്നം ഉണ്ടാക്കണ ആരെന്നൊക്കെ നമുക്കറിയാം. ഓ, അപ്പൊ അനിയൻ ചേച്ചിന് നൈസായിട്ട് കുത്തുവാണല്ലേ? കുഴപ്പമില്ല, അനിയൻ എന്നെ ചേച്ചി തൂക്കിക്കോളാം. കേശവനെ എന്തിനാ വഴക്ക് പറയുന്നേ? എന്നാ പിന്നെ നിന്നെ പറയാം. ബായുടെ
എന്റെ കൊച്ചിനെ വല്ലതും ചെയ്താലുണ്ടല്ലോ സ്വഭാവം അറിയും. എന്റെ ലച്ചുനെ തൊട്ടാ ഞാൻ ആരാണെന്നും അറിയും. ലച്ചു, നീ എല്ലാ സാധനവും വാങ്ങിച്ചിട്ടില്ലേ? ബെറ്റ, കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. നമുക്ക് സാധനം ഉണ്ടാക്കാം. വാ. അമ്മുമ്മ നമുക്ക് അടുക്കളയിൽ കുറെ ജോലി കിടപ്പില്ലേ? പിന്നെ ഒരുപാട് ജോലി കിടപ്പുണ്ട്. വാ നമുക്ക് പോവാം. ഇവര് പറയണം നമുക്ക് കേൾക്കണം. നമുക്ക് വാ ലച്ചു. ചുമ്മാ എന്തൊരു കഷ്ടം ഇത്. അമ്മായി വെറ്റിലെടുത്തേ. കേശു, ആ. ആ പച്ചക്കറിയൊക്കെ ഇങ്ങോട്ട് എടുത്തേ. ആ പച്ചക്കറി എടുക്കാം. എടുത്തൊന്ന് നിരത്തി വെച്ചേ. വെറ്റില ഇവിടെ വെച്ചത്. വെറ്റില എവിടെ? വെറ്റില എവിടെ? എളുപ്പം എടുക്ക്. ഫ്രിഡ്ജിലുണ്ടോ നോക്ക്. ആരൊക്കെയാ അവിടുന്ന്? ചുമ്മാ അലമ്പുണ്ടാക്കല്ലേ. ഫ്രിഡ്ജില് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ചുമ്മാ അലമ്പുണ്ടാക്കല്ലേ. മാറി തുടങ്ങാൻ വെറ്റില എവിടെ? പിന്നെ വെറ്റില എവിടെ? അമ്മായി 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 അടങ്ങി. ആദ്യം ഇവരുടെ കാര്യം നടക്കട്ടെ, എന്നിട്ട് നമുക്ക് വെറ്റില നോക്കാം. ഉണ്ട് നോക്ക്. അമ്മേ ഇതുപോലെ കൊണ്ടേ കൊടുത്തേക്ക്. ചേട്ടാ കാറ്റെന്താ കളി? ക്യാറ്റ് ഇതാ കളിയൊക്കെ എടുത്തോ. വാ. അമ്മേ കഴിഞ്ഞോ? കഴിഞ്ഞ്. ഞങ്ങളിനി കൈകാര്യം ചെയ്തോട്ടെ. ഓ ആയിക്കോ. ചേട്ടാ അതങ്ങോട്ട് മാറിയേ, ഞാൻ ഒന്ന് കേറിയിരിക്കട്ടെ. അതെ അതെ, കേറി അവിടെ ഇരുന്നാ പറ്റത്തില്ല. കുഞ്ഞും കൂടെ സഹായിച്ചാലേ പറ്റത്തുള്ളൂ. ആരെങ്കിലും ഞങ്ങളുടെ വെറ്റില ഉണ്ടായിരുന്നു? പിന്നെ നമുക്ക് വെറ്റില ഇട്ടിട്ട് ഏതാണ്ട് വേണം. നേരത്തെ ഇവിടെ വെച്ചിട്ട് പോയ വെറ്റിലാണല്ലോ. നേരത്തെ ഇവിടെ വെച്ചിട്ട് പോയിട്ടില്ലാണെങ്കിൽ നേരത്തെ അവിടെ വെച്ചോണോ അവിടെ നോക്കണം. ആ വെച്ചെവിടാന്ന് വെച്ചാൽ അവിടെ നോക്കണം. ലച്ചുവേ, ഇവരുടെ എന്നെ വെറ്റില ഉണ്ട്. കുഴപ്പമില്ല, നമുക്ക് നോക്കാം. നോക്കാം. ആണ്ടിരിക്കുന്ന കുറച്ച് വെറ്റില ഇവിടെ കൊണ്ടുവച്ചേ. ആർക്കറിയാം, ആരും കൊണ്ടുവച്ചാന്നോ എന്തോ. വെറ്റില വലിച്ചെറിയണോ? അമ്മൂമ്മ അമ്മൂമ്മ നേരത്തെ വെറ്റില വലിച്ചെറിയപ്പോഴത്തേക്ക് ഞാനൊന്നും പറഞ്ഞില്ല. അമ്മൂമ്മയ്ക്ക് അറിയാലോ ഈ വെറ്റില എന്ന് പറഞ്ഞ ഇല ദൈവിക ഔഷധിയാണെന്ന്. അതെങ്ങനെ ലച്ചു? സാധാരണ ഉള്ള ആൾക്കാർക്ക് നരയൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ച് വിവരവും ബോധവും ഒക്കെ വരുമെന്നാണ്. പക്ഷെ അമ്മയ്ക്ക് അത് നേരെ ഓപ്പോസിറ്റ് ആണ്. അമ്മൂമ്മ, അമ്മൂമ്മക്ക് അമ്മായി പറഞ്ഞതിന്റെ ആ ധ്വനി മനസ്സിലായില്ല? ഇല്ല മനസ്സിലായില്ല. അമ്മൂമ്മക്ക് ഇത്രയും പ്രായമായി വെറും പടി കിളവിയായിട്ടും 10ന്റെ ചില്ലി നയാ പൈസയുടെ വിവരവും വിദ്യാഭ്യാസവും ഇല്ലെന്ന്. അങ്ങനെയാണോ ഉദ്ദേശിച്ചേ? പിന്നെ ഓഹോ, അങ്ങനെ നീ പറഞ്ഞല്ലേ? സ്വന്തം അമ്മായിയമ്മയ്ക്ക് വിവരവും ബോധവും ഇല്ലെന്ന് പറയുന്ന നിന്റെ വിവരം എന്തോ ഉണ്ടെന്നേ നിന്റെ നാട്ടിൽ ഒന്ന് നിന്റെ കുടുംബത്തിൽ ഒന്ന് അന്വേഷിച്ച് നോക്കി അറിയാം. അതെങ്ങനെയാ? അങ്ങനെ അന്വേഷിക്കാനുള്ള സമയം വല്ലതും നീ തന്നോ? എന്റെ ചെറുക്കനൊന്നും ഞൊടിച്ചപ്പോഴത്തേനും അവന്റെ പുറകെ നീ പോരുന്നില്ലയോ? അമ്മ എന്നെ എന്ത് വേണേലും പറഞ്ഞോ, എന്റെ കുടുംബക്കാരെ പറയരുത്. അതെ, കുടുംബക്കാരെ പറയാതിരിക്കണമെങ്കിലേ അതുപോലെ പെരുമാറണം. ആഹാ, കൊള്ളാല്ലേ. പറഞ്ഞ കുടുംബക്കാരെ പറഞ്ഞു പോകണം. നീയാണ് എരിയാറ്റി കൊടുക്കുന്നത്. ഞാൻ അവിടെ കൊടുത്ത് എന്റെ ചെറുക്കനെ വല്ലതും പറഞ്ഞാണ്ടല്ലോ കേട്ടാ. അമ്മായി 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 ഇങ്ങ് വന്നേ. എന്റെ അമ്മായി ഒന്നാമത്തെ തൊണ്ടയൊക്കെ വല്ലാണ്ടാവുകയാണ്. അമ്മ ഒരു ഹെൽപ്പ് ചെയ്യൂ. ദേ ഇത് ഇടിച്ച് പിഴിഞ്ഞ് ചാറെടുത്ത ചെല്ല്. വെറുതെ വഴക്കുണ്ടാക്കാൻ വരും. തൊണ്ട നന്നാവണമെങ്കിലേ ചിലരുടെ ഒക്കെ മനസ്സ് നന്നാവണം. അമ്മൂമ്മ ഞാൻ വഴക്കുണ്ടാക്കാതിരിക്കാൻ എങ്ങനെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അമ്മൂമ്മ പിന്നെ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് തോളത്ത് കയറുക. ചേച്ചി ചേച്ചി ഒന്നും ഉണ്ടായിരുന്നേ. അമ്മമ്മയ്ക്ക് ഒന്നാമതേ വയ്യാതിരിക്കുക. എന്താണ് പെട്ടെന്നൊരു ചുമ? വില്ലൻ ചുമയാണോ? ഇത് വില്ലത്തെ ചുമയല്ലേ അമ്മായി? അതെ അതെ അതെ, ചുമ്മാ അടുക്കള കിടന്ന് അലമ്പുണ്ടാക്കല്ലേ. ഇവിടെ എന്തായാലും ആ അരിഞ്ഞ അടുപ്പത്ത് വെച്ചാലേ വല്ലതും കഴിക്കാൻ പറ്റും അല്ലേ അമ്മൂമ്മ? ആ, ഞാൻ ഉണ്ടാക്കുന്നതേ എന്റെ മക്കൾക്ക് വേണ്ടിയാ. വേറെ ഉള്ളവർക്ക് വേണമെങ്കിൽ അവര് ഉണ്ടാക്കി കഴിക്കും. അതെങ്ങനെ ഉണ്ടാക്കി കഴിക്കത്തില്ലല്ലോ, ഓർഡർ കൊടുത്ത് മേടിച്ച് കഴിക്കത്തല്ലേ ഉള്ളൂ. ഈസയുടെ അഹങ്കാരം അല്ല എന്തോ. ഇപ്പൊ എന്നെ പറഞ്ഞാണ് നിന്നെ പറഞ്ഞാണ്? ഇത്ര നേരം എന്നെ പറഞ്ഞോണ്ടിരുന്ന ഇതുവരെ തന്നെയാ പറഞ്ഞോണ്ടിരിക്കുന്നത്. അങ്ങനെ നീ കണ്ടില്ലേ? അമ്മമ്മ വീണ്ടും ആ പഴയ സംസാരം തുടങ്ങിയല്ലേ. ഞാൻ എപ്പോഴാണ് പൈസയുടെ അഹങ്കാരം കാണിച്ചത്? ഇവിടെ ചില ആൾക്കാരെ പറ്റി പടവലത്തുള്ളവരൊക്കെ സംസാരിക്കണത് കേക്കണം. ചില ആൾക്കാരൊക്കെ പറയണ കേട്ടാലുണ്ടല്ലോ മനുഷ്യന് തൊലി ഉരിഞ്ഞു. ആരെ കുറിച്ച് എന്താ പറഞ്ഞെന്നാ പടവലത്തുള്ളവര്? അമ്മൂമ്മനെ പറ്റി നാട്ടുകാർ പറയുന്ന കാര്യേ ഒരു ദിവസം ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടായിരുന്നു. പ്രത്യേകിച്ച് പണിക്കാര്. പിന്നെ പണിക്കാര് പറഞ്ഞു അവരെയൊക്കെ ഞാൻ എന്റെ കൂടെ പറഞ്ഞ സഹോദരങ്ങളായിട്ടാ കാണുന്നത്. അവർക്കൊക്കെ എന്തുമാത്രം സഹായം ചെയ്തിട്ടുണ്ടെന്നറിയാവോ? എത്ര കല്യാണങ്ങൾ ഞാൻ നടത്തി കൊടുത്തിട്ടുണ്ടെന്നറിയാവോ? പോയി സദ്യ ഉണ്ടായിരിക്കും അല്ലേ അമ്മ? എന്റെ അമ്മൂമ്മയെ കുറിച്ച് അങ്ങനൊന്നും പറയല്ലേ കേട്ടല്ല.
നീ എന്തിന്റെ ഇടയിൽ കയറണ? ഞാൻ അമ്മയുടെ തന്നെ സംസാരിക്കണത്. എന്റെ കേശവനൊന്നും പറയരുത് കേട്ടാ. ഡേടേ കൊച്ചു കുരിപ്പേ, നീ എന്തിനാണ് ഇതിന്റെ ഇടയിൽ കയറി വെറുതെ പ്രശ്നം ഉണ്ടാക്കണത്? നീ മിണ്ടായിരി. കൊച്ചു കുരുപ്പെന്നാ. ആ പിന്നെ എന്ത് ഇഷ്ടപ്പെട്ടില്ലേ? അമ്മ ചുമ്മാ കൊച്ചിനൊന്നും പറയല്ലോ, കാര്യം ഞാൻ പറഞ്ഞു. നീ അടങ്ങട, ആദ്യം വല്ല പഠിക്കാൻ പോ, അല്ലെങ്കിൽ വല്ല ജോലിക്ക് പോകും. വെറുതെ തക്കാളി നിന്ന് പഴത്തിനെ പോലെ ഇവിടെ നിൽക്കുകയാണ്. ഞാൻ തക്കാളികൾ നിന്നുള്ളൂ, കുളം നല്ലോട്ട് വെറ്റിലും കൈ പിടിച്ചെടുക്കുന്നുള്ളൂ. എന്നാ നേരെ നിൽക്കുക? നിങ്ങളുടെ അടുക്കള പരിപാടിയൊക്കെ കഴിഞ്ഞോ? ഇല്ല, കഴിഞ്ഞില്ല. ഞങ്ങളൊരു പരിപാടിയും ചെയ്ത് ഇവിടെ ഒന്നും തിന്നാൻ പറ്റൂല. പറഞ്ഞു കുളമ്പുമ്മ അങ്ങോട്ട്. എന്റെ പിള്ളേരെ വല്ലതും പറഞ്ഞാലുണ്ടല്ലോ. ഇതേ സ്വഭാവം തന്നെ ആയിരിക്കും പടവലത്തെ പണിക്കാരെടുത്ത് കാണിക്കണം അല്ലേ മാ? എന്ത് കാണിച്ചോടി? എന്ത് കാണിച്ചു ഞാന്? എന്ത് കാണിച്ചു? ലച്ചു നീ കേട്ടോ നമുക്ക് പറഞ്ഞോളൂ. പടവലത്തെ പണിക്കാരൊക്കെ അമ്മൂമ്മനെ പറ്റി എന്തൊക്കെയാ പറയണെന്ന് അറിയോ? എന്താ പറയുന്നേ? പണിക്കാരുടെ അടുത്ത് അമ്മൂമ്മ ഭയങ്കര മോശമായിട്ടാണ് പെരുമാറുന്നത്. കൊട്ടാരത്തിലെ തമ്പ്രാട്ടിയാണെന്നാണ് വിചാരം. ഭയങ്കര ജാടയാണ്, അഹങ്കാരാണ്. എന്റെ പണിക്കാരൊന്നും അങ്ങനെ പറയത്തില്ല. അവരൊക്കെ ഞങ്ങളെ ദൈവത്തെ പോലെ കാണുന്നത്. അച്ഛൻ അവരൊക്കെ ദൈവത്തിനെ പോലെ ആയിരിക്കും കാണുന്നത്. പക്ഷെ അമ്മേ ഭദ്രകാളിനെ പോലെ എനിക്ക് കാണും. ലച്ചു, നീ എന്റെ ഇത് മേടിക്കല്ലേ കേട്ടാ? പറയാവൊന്നുമില്ല. അതുകൊണ്ട് ഇപ്പൊ ഇനി ഇങ്ങനെയൊക്കെ പറയാം. മേടിക്കല്ലേ ലച്ചു, മേടിക്കല്ലേ. ചോനർത്തല ഭവാനിയെ തോറ്റ്. എന്താ ബോധം പോയിട്ടില്ലടാ വെള്ളം തെളിക്കാൻ. അമ്മൂമ്മ ചേച്ചി ഒരുമാതിരി പരിപാടിയാണ് കളയണ്ട. അമ്മ എന്തൊരു പരിപാടിയാണ് കാണിച്ചത്? ഓണം വിളിച്ചങ്ങ് പറഞ്ഞോളും. ആ വിളിച്ച അമ്മൂമ്മക്ക് സങ്കടമായിട്ട് ഞങ്ങള് സീരിയസ് ആയിട്ട് പറഞ്ഞൊന്നുമല്ല, തമാശക്ക് പറഞ്ഞതാ. ഇങ്ങനെയാണോ തമാശക്ക് പറഞ്ഞത്? ആദ്യമായിട്ടൊന്നുമല്ലല്ലോ, നമ്മൾ പറയാനുള്ളതല്ല അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷെ ഇത്തവണ പറഞ്ഞപ്പോ കുറച്ച് കടുത്തുപോയി. അമ്മൂമ്മ ഞാൻ അറിയാതെ പറഞ്ഞത്. അമ്മൂമ്മ സോറി. അമ്മൂമ്മ തമാശക്ക് പറഞ്ഞു. അമ്മൂമ്മ 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 എനിക്ക് അമ്മൂമ്മ അമ്മൂമ്മ വണ്ടി വിളിച്ചേ. അമ്മൂമ്മ അമ്മ അമ്മൂമ്മ എനിക്ക് അമ്മൂമ്മ അമ്മ നീയൊക്കെ എന്തോ പറഞ്ഞേ? ചോനറത്തല ഭവാനി തോറ്റുപോയെന്നല്ലേ? ഇപ്പൊ മനസ്സിലായല്ലോ ചോനറത്തല ഭവാനി തോക്കത്തില്ലെന്ന്, ചോനറത്തല ഭവാനിയെ തോപ്പിക്കാൻ പറ്റത്തില്ലെന്ന്. നിന്നെ കൊണ്ടൊക്കെ ഞാൻ എന്റെ കാല് പിടിപ്പിച്ചോന്ന് ചമ്മിപ്പോയേ. എന്നോട് കളിച്ചാലേ ഇങ്ങനെ ഇരിക്കും. ചമ്മിപ്പോയി. അമ്മേ ശരിയാ, തമ്മിൽ പോയി.